ഗീതു ഡി ഗീതു ഇതമ്മ ഇല്ല സാർ. ഏ എന്ത് സാറാ സേ പപ്പ സാർ. ഏ, പപ്പ പപ്പ സാർ. അവൾ ഒറ്റൊരാൾ വിളിക്കണ കേട്ട ഈ കുരുപ്പ് ഇങ്ങനെ വിളിക്കുന്നത് അവളിങ്ങ് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുവമ്മ അമൻ സാറ് വി- വി- വിളിച്ചണ്. വിളിക്കണ്. വി- വി- വിളിച്ചണ്. ഹ, ഈ സാറിന് 4 അക്ഷരം പറഞ്ഞു കൊടുത്തൂടെ? ഏഹേ. എന്നാത്തിന് എന്നെ വിളിച്ച? എന്താ തമൻ സാറ്? ഈ മോനെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിക്കും അല്ലേടി അവൻ വിളിക്കാത്ത പോലെ ജനിച്ച നാള് തൊട്ട് അവൻ അതാ വിളിക്കുന്നത്. എന്നിട്ടാ ഒന്ന് പോയേടോ. അല്ല അതവിടെ നിൽക്കട്ടെ ഡു യു വാൻഡ് വാണ്ടേ വാട്ട്? സെക്കൻഡ് ട്രോഫി അങ്ങേരെ ഒരു സെക്കൻഡ് ട്രോഫി ഒറ്റ അടി വെച്ചത് ഞാൻ. ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ നോക്കാൻ അപ്പോഴാണ് അങ്ങേരെ ഒരു സെക്കൻഡ് ട്രോഫി. ഒത്തില്ല ഒത്തില്ല തൽപരക്കല്ല നിന്നെ ഞാൻ വിടില്ല ഗീത് ബേബി മേനെ പ്യാർ കിയ തുടർന്നാ ക്യാ ഓയ് ഗീത് എന്തേ? ട്രോഫി അയാളെ ഒരു ട്രോഫി. ആട്ടല്ലേ എൻ്റെ ഗീതു ഒന്നുമില്ലേലും ഞാൻ നിന്റെ സാറല്ലായിരുന്നോടി ഇനി താൻ എനിക്ക് പഠിപ്പിക്കാനൊന്നും ഇല്ലായിരുന്നുവല്ലോ അല്ലേ? പോയിന്റ്. അതാര്? ഓ ഈ കുരുപ്പിത് എവിടെ നിന്ന് കയറി വന്ന് നാശം പിടിക്കാനായിട്ട് കുഞ്ഞിനൊരു സത്യം ബോധ്യമായി. മോനെ യാതൂട്ടാ യാതു മോന് അനിയൻ വേണോ അനിയത്ത് വേണോ രണ്ടും വേണ്ട. തനിക്ക് അത് തന്നെ വേണോടോ. ഹോ ഇതവളുടെ വിത്ത് തന്നെ മോന് പപ്പ ഡയറി മിൽക്കും ഐസ്ക്രീമും ഒക്കെ മേടിച്ചു തരാം എലി പപ്പ മേടിച്ചൊരു റിയലി പപ്പ മേടിച്ചു തരാം അത് വേണേ മോൻ പുറത്തുപോയി കളിച്ചോ പപ്പ ഉമ്മ. ഇയാളുടെ നോട്ടം അത്ര പന്തിയല്ലല്ലോ, ആ ചിരി ഒട്ടും പന്തിയല്ല. ദേവി എന്നെ കാത്തോളണേ. ഇതമ്മ ആദ്യങ്കിൽ വന്ന് ഇരിച്ചണ്. വേഗം വാ. ഇതമ്മ ഹൗ രക്ഷപ്പെട്ട്. ആദ്യക്ക് വരാൻ കണ്ട നേരെ എന്തായാലും നന്നായി. മാറിയിരിക്കും മനുഷ്യ അങ്ങോട്ട്. ഗീതു ഗീതു ഓ ഈ നാറിക്ക് വരാൻ കണ്ട നേരം ചേറ്റ അമ്മൻ അമ്മൻ കുളിക്കുമായിരുന്നോ ഏ നോ ഞാൻ ഒന്ന് സാറ്റ് കളിക്കുമായിരുന്നു ബട്ട് ചീറ്റിപ്പോയി അല്ല ആദ്യം എന്നത്തിനാ വന്നേ യാദൂട്ടാ വാ ദാ മോനെ ചോക്ലേറ്റ്സ് മേടിച്ചോ എന്നാടാ മേടിച്ചോ യാദു ആദ്യങ്ങളല്ലേ തരുന്നേ മേടിച്ചോ എങ്കിൽ താങ്ക് യു. ആഹാ മോൻ നല്ല സ്മാർട്ടാണല്ലോ അത് പിന്നെ എൻ്റെ മോനല്ലേ യാദു പിന്നെ താ ഒറ്റയ്ക്ക് ആകാശത്തോട് നോക്കിയിരുന്നപ്പോ ഉണ്ടായില്ലേ യാതു. അച്ഛൻ അച്ഛൻ ഞാൻ ഗീത മമ്മിയുടെ മോനെ. ഓ ഇതവളുടെ വിത്ത് തന്നെ നോ ഡൗട്ട് അമ്മനിപ്പോ എന്തേലും പറഞ്ഞായിരുന്നോ നത്തിങ് ആദി അല്ല ആദി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എടോ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഗൗരി ഷോർട്ടാക്കിയാ പറഞ്ഞ് ഐ ആം ക്യൂരിയസ് ടു നോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ നിങ്ങൾ എങ്ങനെ ഒന്നിച്ചു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ലേ ലൈഫ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് എങ്ങനെ ഒന്ന് പറയാമോ അമൻ പ്ലീസ് ആദ്യയുടെ ഡൗട്ട് കറക്റ്റാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം
പഠിച്ചോനെ, ഫസ്റ്റ് ഡേ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് ഇത്ര നേരത്തെ ഇറങ്ങണ്ടായിരുന്ന ഒരു പട്ടിക്കുഞ്ഞോലും ഇല്ലല്ലോ ഇവിടെ. ആരെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. ഗീതുവേ, ഒരു പുതിയ സാരടി നോക്കടി. ഏടെ നോക്കട്ടെ. ഓ, അങ്ങോട്ട് നോക്ക് എൻ്റെ കിഴി. അയ്യോ, ശ്യാം സാർ, ഡീ വാ വാ, ഓടടി. ഗൗരി, എസ്കേപ്പ്. ഇവള് കൊള്ളാം. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ. ഹായ് അമൻ, ഫസ്റ്റ് ഡേ നേരത്തെ എത്തിയല്ലേ? അതെ സാറേ. ഇപ്പൊ പിന്നെ ആ 2 പിള്ളേർ ഓടിപ്പോയെന്തിനാ? ഓ, അത് ഗീതാഞ്ജലിയും ഗൗരിയും. രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റാ. അപ്പോൾ ഒത്തു കിടക്കണ കണ്ട പ്രശ്നമായാലോ എന്ന് വെച്ച് ഓടിയതാവും. ഓ, അങ്ങനെ. അതിൽ ഏതാ ഗീതാഞ്ജലി ഏതാ ഗൗരി? ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അതിൽ ഹൈറ്റുള്ളത് ഗീതു, മറ്റേത് ഗൗരി. ഗീതുവും ഗൗരി രണ്ടും 2 ക്ലാസ്സാണെങ്കിലും ഒറ്റക്കെട്ട. പിന്നെ 2 പേരും നന്നായിട്ട് പഠിക്കും, എസ്പെഷ്യലി ഗീതു. ഓ, നല്ല പഠിക്കുന്ന കുട്ടികളാണല്ലേ. അല്ല, ഇവർ 2 പേരിൽ ആരെങ്കിലും സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണോ? അതെ, ഗീതാഞ്ജലി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ശരി സാർ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാം. ഞാനെന്നാ ക്യാബിനിലോട്ട് പോട്ടെ. എന്നാൽ ശരി സാർ, അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാം. ഗീതാഞ്ജലി അല്ലേ ആ പോണത്? ബട്ട് ഷീസ് അലോൺ. രാവിലെ ഉണ്ടായിരുന്നവളെ കാണാനില്ലല്ലോ. ഓ, അവൾ വേറെ ക്ലാസ്സിലാണല്ലേ. 1:30 കോൺഫറൻസ് ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും അവരവരുടെ സ്റ്റുഡൻസുമായിട്ട് കറക്റ്റ് 1:30 തന്നെ കോൺഫറൻസ് ഹാളിൽ വരേണ്ടതാണ്. അമൻ സാറേ, എന്നാ നമുക്ക് കോൺഫറൻസ് ഹാളിലോട്ട് പോയാലോ? സാറ് വാ, നമുക്ക് കോൺഫറൻസ് ഹാളിലോട്ട് പോവാം. സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ടു ഫൈൻഡ് യുവർ സ്കിൽസ് ആൻഡ് ഡെവലപ്പ് യുവർ സ്കിൽ എന്ന ഉദ്ദേശവുമായിട്ടാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഐസക് സാർ വന്നിട്ടുള്ളത്. ഇയാളെന്ത് തേങ്ങയായും പറയണം. ഉറക്കം വരുന്നു. എല്ലാം മനസ്സിലാവണ പോലെ ഇരിക്കുക. ഗീതുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗീതു, നീ വേണം വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ളത് ഇതിൽ നോക്കി പറഞ്ഞാൽ മതി. കേട്ടല്ലോ? ഓക്കെ സാർ. ആറിത് എവിടെ പോയതാ? ഓ, അമൻ, ഞാൻ വോട്ട് ഓഫ് താങ്ക്സിൻ്റെ കാര്യം പറയാൻ ഗീതുവിൻ്റെ അടുത്തോട്ട് പോയതാ. രാവിലെ കണ്ട ആ കുട്ടിയല്ലേ ഗീതു? അതെ, അത് തന്നെ ഗീതു. ഓഫ് താങ്ക്സ് പറയുന്നതിനായി സെക്കൻഡ് ഇയർ സോഷ്യോളജിയിൽ നിന്നും ഗീതാഞ്ജലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗീതാഞ്ജലി, നല്ല പേര്. ഗീതു, ഗീതാഞ്ജലി, ഗീതു അമൻ, ഗീതാഞ്ജലി അമൻ, ഗീതാഞ്ജലി അമൻ ഷായദ്. അല്ല, ഞാൻ ഇപ്പം എന്നത്തിനാ അവളെ പേരും എൻ്റെ പേരും കൂടെ മിക്സാക്കി നോക്കുന്നത്? ഓ, അമൻ. ശ്യാം സാറേ. ഓ, എന്തോ? സാർ ഗീതുവിന് ഇങ്ങനെ എല്ലാ പ്രോഗ്രാമിലും ചേർത്ത് ആ കൊച്ചിനിങ്ങനെ സ്ട്രെസ് കൊടുക്കാതെ. അത് എൻ്റെ ഇഷ്ടം. പിന്നെ അവൾ നിൽക്കുന്നത് അവൾക്കും ഇഷ്ടമായോണ്ട. പിന്നെ ഈ പറഞ്ഞ സ്നേഹം കൂടുതൽ കൊണ്ടല്ല എന്ന് എനിക്കറിയാം. അല്ല, സാർ എന്നത്തിനാ മിസ്സിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ? ഗീതു നല്ല രീതിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഇയാളോട് രാവിലെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ അവൾ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത്. അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അതൊരു ചലഞ്ചാണ്, അല്ലാതെ സ്നേഹക്കൂടുതൽ കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ഈ സ്നേഹത്തിന് പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. മറ്റന്നാൾ വേറൊരു പ്രോഗ്രാമുണ്ട്. സോ അതിനവൾ നിർത്തരുത്. ഓ, ഇവിടെ ഫുൾ പ്രോഗ്രാമാണല്ലോ എൻ്റെ പഠിച്ചോനെ. ഇവിടെ എങ്ങാനും പഠിച്ചാൽ മതിയായിരുന്നു. പുല്ല്. ഇനി പറഞ്ഞിട്ട് എന്നാത്തിനാ?